എജു അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 8, 9, 10 ക്ലാസ്സിലെ പ്രധാന വിഷയങ്ങളുടെ സൗജന്യ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. അത് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ് വിപ്ലവങ്ങളെന്നും വിപ്ലവത്തെ സ്വാധീനിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അഥവാ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പം നമുക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരം അമേരിക്കയാണ്. അതുപോലെ തന്നെ സായുധപരമായ ശക്തിയും ആർമിയുടെ കാര്യത്തിലായാലും അവർ ഒന്നാം സ്ഥാനത്ത്, ഒന്നല്ല 2ാം സ്ഥാനത്തുണ്ട്. അപ്പം ഇത്രയും വലിയ ഈ രാജ്യത്ത് അവിടുത്തെ പൗരന്മാർക്ക് അവർ വളരെയധികം സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പം ആ രാജ്യത്ത് ഒരു കാലത്ത് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവർക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? എന്തായിരുന്നു അവർ സ്വാതന്ത്ര്യം കിട്ടാതിരിക്കാൻ കാരണം? ആരാണ് അത് തടഞ്ഞു വെച്ചത്? അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം. അതൊന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ 17ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളായിരുന്നു ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടൻ. ആ ബ്രിട്ടനിലെ രാജാവിൻ്റെ കൊടിയ മതപീഡനങ്ങൾ സഹിക്കവയ്യാതെ ഒരുപറ്റം ആളുകൾ അമേരിക്കയിലേക്ക് ചേക്കേറി. അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് അങ്ങോട്ടേക്ക് താമസം മാറി. അങ്ങനെ ചെന്ന് അവരവിടെ പോയിട്ട് കന്നുകാലി വളർത്തലും മറ്റ് കൃഷിയായിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് കണ്ട് സഹിക്കവയ്യാതെ ഈ ഇംഗ്ലണ്ടിലെ രാജാവ് കുറച്ച് ആളുകളെ അങ്ങോട്ട് അയച്ചിട്ട് അവിടെ ചെന്നിട്ട് അവരെ ഭരിക്കാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഒരു പ്രമേയം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഈ അമേരിക്ക കണ്ടെത്തിയ ആരാ നമുക്കറിയാം. ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് ഈ 17ാം നൂറ്റാണ്ടിൻ്റെ 17ാം നൂറ്റാണ്ടല്ല 15ാം നൂറ്റാണ്ടിൻ്റെ ഒക്കെ അവസാന കാലത്ത്, അതായത് ഏകദേശം 1492 അദ്ദേഹം ഒരു സ്പാനിഷ് നാവികനായിരുന്നു. പുള്ളിക്കാരൻ അവിടെ ചെന്നപ്പം ഈ പറയുന്ന കുറച്ച് ആളുകളൊക്കെ അമേരിക്കയുടെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇയാൾ വിചാരിച്ചു അത് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഇന്ത്യൻസ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചു. സത്യത്തിൽ അത് ഇന്ത്യക്കാരല്ലായിരുന്നു, അമേരിക്കക്കാർ തന്നെയായിരുന്നു. ഇയാൾക്കറിയത്തില്ലായിരുന്നു ഇന്ത്യക്കാരെന്ന് വിചാരിച്ചിട്ട് ഇന്ത്യൻസ് വിശേഷിപ്പിച്ചിട്ട് അയാൾ അങ്ങ് പോവുകയും ചെയ്തു. അപ്പം ക്രിസ്റ്റഫർ കൊളംബസിനെ പോലുള്ള ഒരുപാട് നാവികന്മാരന്ന് ഈ കടൽ യാത്ര ചെയ്തിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്കുള്ള കടൽപാത കണ്ടെത്താനാണ്. പക്ഷെ അതിൽ വിജയിച്ച ആൾ നമ്മുടെ വാസ്കോ ഡ ഗാമയാണ്. അതൊക്കെ വിട്ടാൽ അതൊക്കെ നമുക്ക് പഠിക്കാം. നമ്മൾ തീം മനസ്സിലായല്ലോ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു തീം, ഒരു ഐഡിയ, ഒരു സ്റ്റാർട്ടിങ് കിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ. അങ്ങനെ അമേരിക്കയിലേക്ക് വന്ന ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഉദ്യോഗസ്ഥർ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ആ കോളനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദാണ്ടെ ഇവിടെ കൊടുത്തേപ്പുണ്ട്, അവിടെ കാണാൻ കഴിയുമല്ലോ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂ ഹാംസ്ഫയർ, മസാച്യൂസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡിലാവെയർ, മേരിലാൻഡ്, വിർജീനിയ, നോർത്ത് കരോലീന, സൗത്ത് കരോലീന, ജിയോർജിയ, പെനിസിൽവാനിയ, ന്യൂയോർക്ക്. നിങ്ങൾ ഈ പേരൊന്നും പഠിക്കണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഇങ്ങനെ 18 കോളനികളാണ് അമേരിക്കയിൽ ആര് സ്ഥാപിക്കുന്നത്? ഇംഗ്ലണ്ട് സ്ഥാപിക്കുന്നത്. അപ്പം അങ്ങനെ ഇവർ വന്നിട്ട് ഈ അമേരിക്കയിലേക്ക് വന്ന് ഈ ആളുകളെല്ലാം കൂടെ 18ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഈ പറയുന്ന യൂറോപ്യൻസ് എല്ലാം കൂടെ അമേരിക്കയിൽ വന്ന് അമേരിക്കൻ ആളുകളെ ഭരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവരെല്ലാം വന്നിട്ട് ഈ 18 കോളനികൾ സ്ഥാപിച്ച് അവിടെ ഒരു നികുതി സമ്പ്രദായങ്ങൾ ഏർപ്പാടാക്കുന്നു. ഇവരെ ചൂഷണം ചെയ്യാനൊക്കെ ആരംഭിക്കുന്നു. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ. അതായത് ഇവിടെ അവരെക്കാൾ വ്യത്യസ്തമായ കാർഷിക വിളകളുണ്ട്, ധാതു വിഭവങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെ അമേരിക്കയിലുള്ള ആളുകളെ ചൂഷണം ചെയ്ത് അതെങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നതായിരുന്നു ഇവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ദ മേജർ എയിം ഓഫ് ദ മൈഗ്രേഷൻ വാസ് ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്. അന്ന് 18ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് വന്ന ആ മൈഗ്രേഷൻ, അതായത് മൈഗ്രേറ്റഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ കുടിയേറി പാർത്ത ആ യൂറോപ്യൻസിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ആ എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്, അവരുടെ ധാതു വിഭവങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ചൂഷണം ചെയ്ത് കൈക്കലാക്കുക. അപ്പോൾ ഇതിനായിട്ട് അവർ 18 കോളനികൾ അമേരിക്കയിൽ സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ ആണല്ലോ. താണ്ടേ അപ്പം
അപ്പം ബ്രിട്ടീഷുകാർ അമേരിക്കയെ ഈ കോളനിയാക്കി മാറ്റിയത് എന്തിനാണെന്ന് പറഞ്ഞാൽ അവരുടെ റോ മെറ്റീരിയൽസ് അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സാധനം ഉണ്ടാക്കി അത് അമേരിക്കയിൽ തന്നെ വിൽക്കുക. അതായത് ഇപ്പം ഒരു വീട്ടിൽ നിന്ന് മേടിക്കുന്ന സാധനം ഒരു വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാൾ കുറച്ച് ചീനി പറിച്ചുകൊണ്ട് പോകുന്നു, മേടിച്ചിട്ട് തുച്ഛമായ വിലയ്ക്ക് ചീനി പറിച്ചുകൊണ്ട് പോയിട്ട് അയാൾ കൊണ്ടേ കഴുകി ഉണക്കി വറുത്ത് ചീനി ഉപ്പേരിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കുന്നു. ഈ സമ്പ്രദായം അത് നിങ്ങൾ കൊടുത്ത് ചിലപ്പം 1 കിലോയ്ക്ക് ചിലപ്പോൾ തുച്ഛമായ വിലയ്ക്ക് 10-20 രൂപയ്ക്ക് 1 കിലോ വെച്ച് കൊടുത്ത് വിചാരിക്കുക. അവർ കൊണ്ടുപോയിട്ട് ഇത് 100 ഗ്രാം സാധനത്തിന് 40 രൂപ വെച്ച് നിങ്ങൾക്ക് കൊണ്ടുതരുന്നു. അങ്ങനെ നിങ്ങളെ പറ്റിച്ച് നിങ്ങൾ മേടിക്കുന്നു. അപ്പോൾ അതേ ഒരു സമ്പ്രദായമാണ് അന്ന് അമേരിക്ക നിന്നത്. അതായത് അവരുടെ സാധനം തന്നെ കുറച്ച് തുച്ഛമായ വിലയ്ക്ക് മേടിക്കുക, എന്നിട്ട് ഉയർന്ന വിലയ്ക്ക് അതേ നാട്ടിൽ തന്നെ കൊണ്ട് വിൽക്കുക. ഈ സമ്പ്രദായമായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. അതിനായിട്ട് അവർ കൊണ്ടുവന്ന ഒരു വ്യാപാര നയമാണ് മെർക്കൻറ്റലിസം. കണ്ടോ മെർക്കൻറ്റലിസം. അതായത് യൂറോപ്പിൽ നിന്ന് വന്ന ഒരുപാട് വ്യാപാരികൾ അമേരിക്കയിൽ തമ്പടിക്കുകയും അവർ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കൊണ്ടുവന്ന വ്യാപാര നയമാണ് ഇത് ഈ മെർക്കൻറ്റലിസം എന്ന വ്യാപാര നയപ്രകാരം അമേരിക്കയുടെ മേൽ 5 നിയമങ്ങൾ അന്നത്തെ മെർച്ചൻസ് അടിച്ചേൽപ്പിച്ചു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, 1, അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനായാലും ശരി ഇറക്കുമതി ചെയ്യാനായാലും ശരി കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കയറ്റുമതിയും ചെയ്യാം ഇറക്കുമതിയും ചെയ്യാം. പക്ഷേ അതിനുപയോഗിക്കുന്ന കപ്പൽ ഒന്നെങ്കിൽ ബ്രിട്ടൻ്റെ ആയിരിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടൻ നിർമ്മിച്ചതായിരിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം അങ്ങനെ പറയുന്നുണ്ട്, ദ ഗുഡ്സ് ആൻഡ് ഫ്രം ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്പ് ഓർ ഷിപ്സ് ബിൽട്ട് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. അപ്പം കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ ചതി എന്തുവാണെന്ന്. അതായത് അമേരിക്കയ്ക്ക് ഒരു സാധനം വാങ്ങുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം, പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന കപ്പൽ ആരുടെ ആവണം? ബ്രിട്ടൻ്റെ ആവണം. അതുകൊണ്ട് എന്താ കുഴപ്പമുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്കൊരു സാധനം വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും ബ്രിട്ടൻ്റെ അനുമതി വേണം. ബ്രിട്ടനോടല്ലാതെ മറ്റൊരു രാജ്യമായിട്ട് അമേരിക്കയ്ക്ക് വ്യാപാരം പാടില്ല. അതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. മനസ്സിലായോ? അപ്പം ഇനി വേറൊരു രാജ്യം അമേരിക്കയുമായിട്ടൊരു കച്ചവട ബന്ധത്തിന് തയ്യാറായാൽ പോലും അതാരറിയും? ബ്രിട്ടൻ അറിയും. ബ്രിട്ടൻ്റെ അനുമതിയും വേണം. ബ്രിട്ടൻ സമ്മതിക്കുമോ? അത് ഇല്ല. അപ്പം വേറൊരു രാജ്യത്തിന് ഒരിക്കലും അമേരിക്കയെ കോളനിയാക്കാൻ പറ്റത്തില്ല. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ഇങ്ങനൊരു നിയമം വെച്ചത്. അടുത്ത 2ാമത്തെ നിയമം നോക്കിയാട്ടെ. പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂള്, കോട്ടൺ, ടുബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അപ്പം അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളായ ഷുഗർ, പഞ്ചസാര, വൂള്, കമ്പിളി, കോട്ടൺ, പരുത്തി, ടുബാക്കോ എന്ന് പറഞ്ഞാൽ എന്തുവാ? പുകയില. ഈ പറയുന്ന സാധനങ്ങൾ only be exported to ഇംഗ്ലണ്ട്. ഇത് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വേറൊരു രാജ്യത്തിന് അമേരിക്കയുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പാടില്ല. അപ്പം അതിൽ നിന്ന് മനസ്സിലായല്ലോ. അപ്പം അമേരിക്കയ്ക്ക് ഒരു സാധനം വിൽക്കാൻ ആർക്കേ വിൽക്കാൻ പറ്റത്തുള്ളൂ? ഇംഗ്ലണ്ടിന് വിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഇംഗ്ലണ്ടിന് എന്താ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. അപ്പോൾ കുറച്ച് നക്കാപ്പിച്ച് എന്തെങ്കിലും കൊടുത്താൽ മതി, തുച്ഛമായ പൈസ കൊടുത്താൽ മതിയല്ലോ. വേറെ നല്ല പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തേലും കൊടുത്താൽ മതി അവർക്ക്, അല്ലാതെ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു തന്ത്രവും അമേരിക്കയുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് ആര്? ഇംഗ്ലണ്ട്. അടുത്ത് നോക്കിയാട്ടെ. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസ് എക്സെട്ര. അപ്പം ബ്രിട്ടീഷിൻ്റെ ഒരു സ്റ്റാമ്പ് ഉണ്ടല്ലോ. സ്റ്റാമ്പ് നമുക്കറിയാമല്ലോ എന്തോ സ്റ്റാമ്പ് എന്ന്. ഈ പറയുന്ന നമ്മളറിയാം, മുദ്ര എന്നൊക്കെ പറയത്തില്ലേ, കത്തിൻ്റെ പുറത്തൊക്കെ അടിക്കുന്ന, അതാണ് ഈ ബ്രിട്ടീഷ് സ്റ്റാമ്പ്. ഈ ബ്രിട്ടീഷ് സ്റ്റാമ്പ് അവിടുത്തെ എല്ലാ നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ്സ് മീൻസ് പ്രമാണങ്ങൾ, ബ്രിട്ടീഷ് സ്റ്റാമ്പ് എല്ലാ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങളിലും ഡോക്യുമെന്റ്സിലും, ദെൻ ന്യൂസ് പേപ്പർ പത്രങ്ങളിലും, ദെൻ പാംഫ്ലെറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ലഘുലേഖകൾ എന്ന് പറയത്തില്ലയോ, അതാണ് ഈ പാംഫ്ലെറ്റ്, ലൈസൻസ് എക്സെട്ര. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഡോക്യുമെന്റ്സിലും ന്യൂസ് പേപ്പറിലും ലഘുലേഖകളിലും പാംഫ്ലെറ്റിലും ലൈസൻസിലുമെല്ലാം ബ്രിട്ടീഷുകാരുടെ
മുദ്ര പതിപ്പിച്ചിരിക്കണം, സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. ഇതാണ് നിയമം. അതെന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നത്? അതായത് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ അമേരിക്കയിലെ ആളുകൾ സംഘടിക്കാൻ തീരുമാനിച്ചു. അപ്പം അവർ ആ വിവരം മറ്റ് അമേരിക്കക്കാരെ അറിയിക്കാൻ പത്രങ്ങളിലൂടെയോ പാംഫ്ലെറ്റിലൂടെ തീരുമാനിച്ചാൽ അത് ആരറിയും? ഇംഗ്ലണ്ട് അറിയും. കാരണം അവരെ മുദ്ര പതിപ്പിക്കാതെ ഈ സാധനം വിതരണം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് ആരറിയും? അമേരിക്ക അറിയും. മാത്രമല്ല ഈ ഡോക്യുമെൻസിലും ലൈസൻസിലും ഒക്കെ പതിപ്പിക്കുന്നതിൻ്റെ ഗുണം എന്തുവാ? ഇവരുടെ മേലുള്ള ആധിപത്യം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുമല്ലോ. അങ്ങനെ അതിൻ്റെ പുറത്ത് അങ്ങനെ തന്ത്രമാണ് ഇംഗ്ലണ്ട് കണ്ടുവച്ചത്. അടുത്ത നോക്കിയാട്ടെ. കോളനീസ് മസ്റ്റ് പ്രൊവൈഡഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റെയിൻ ഇൻ ദ കോളനീസ്. അപ്പം ഈ കോളനിയിൽ അമേരിക്ക എന്ന കോളനിയിൽ ബ്രിട്ടൻ ഒരു ട്രൂപ്പ് മീൻസ് സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഈ സൈന്യത്തിന് വേണ്ട ആഹാരങ്ങൾ, ക്വാർട്ടേഴ്സ്, താമസ സൗകര്യം, ഇതെല്ലാം ആര് കൊടുക്കണം? അമേരിക്കയുടെ ചിലവിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അത് നല്ല കാര്യമില്ല, അമേരിക്കയ്ക്ക് ഒരു സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയൊന്നുമല്ല സൈന്യത്തെ കൊടുത്തത്. അതെന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യം അമേരിക്കയെ കോളനിയാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ സൈന്യത്തെ വെച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഈ സൈന്യത്തെ വെച്ചത് ബ്രിട്ടൻ്റെ ലാഭത്തിന് വേണ്ടിയാണ്. എന്നിട്ട് അതിൻ്റെ ടാക്സ്, അതിൻ്റെ ശമ്പളമല്ല, അതിൻ്റെ ആഹാരവും താമസവും ഒക്കെ ആര് അറേഞ്ച് ചെയ്ത് കൊടുക്കണം? അതും അമേരിക്ക അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതാണ് 4ാമത്തെ നിയമം. 5ാമത്തെ നിയമം എന്താണെന്ന് നോക്കിയേ. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. ഇമ്പോർട്ട് ടാക്സ് പറയുന്നത് എന്തുവാ? ഇറക്കുമതി നികുതി, അതായത് ഇറക്കുമതി തീരുവ എന്നൊക്കെ പറയും. അപ്പോൾ ഇറക്കുമതി തീരുവ എന്തിന്മേൽ ചെലുത്തി? ഇമ്പോർട്ട് ഓഫ് ടീ, ചായയുടെ ഇറക്കുമതിയിൽ, ഗ്ലാസിൻ്റെ ഇറക്കുമതിയിൽ, പേപ്പർ അറിയാലും എന്തുവാ? കടലാസ്. ഈ പറയുന്ന 3 ഐറ്റത്തിൻ്റെ പേരിൽ എന്ത് നികുതി ഏർപ്പാടാക്കി? ഇറക്കുമതി നികുതി ഏർപ്പാടാക്കി. ഈ പറയുന്ന 3 സാധനങ്ങൾ ഏതൊരു മനുഷ്യനും ദിവസവും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഗ്ലാസ് ഒഴിച്ച ബാക്കിയെല്ലാം, ഗ്ലാസ് ഇല്ലെങ്കിലും ബാക്കി 2 ഐറ്റവും എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം എപ്പോഴും ചിലവാകുന്ന കാര്യങ്ങളാണ് ഈ 3 എണ്ണം. ഈ 3 എണ്ണത്തിൻ്റെ പേരിൽ ഇറക്കുമതി നികുതി ഏർപ്പാടാക്കിയാൽ അതിൽ നിന്ന് നല്ലൊരു ആർക്ക് കിട്ടും? ഇംഗ്ലണ്ടിന് കിട്ടും. അതായിരുന്നു 5ാമത്തെ ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ ആണേ. അപ്പം ഈ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങളുടെ വ്യവസ്ഥകളാണ് അമേരിക്കൻ കോളനി നിവാസികളെ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ചിലപ്പോൾ ചോദ്യം അങ്ങനെയും വരാം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ചോദ്യം ഇങ്ങനെ വരാം: മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ അമേരിക്കൻ കോളനി നിവാസികളെ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരണയാക്കിയത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഈ പ്രസ്താവന വിലയിരുത്തുക, അല്ലെങ്കിൽ പ്രസ്താവന തെളിയിക്കുക എന്നൊക്കെ ചോദ്യം വേണേൽ വരാം. ഇംഗ്ലീഷ് എങ്ങനെ ചോദിക്കാൻ പറ്റും? ദ മെർക്കൻറ്റിലിസ്റ്റ് ലോസ് ടേൺഡ് ദ അമേരിക്കൻ കോളണിയൽ പീപ്പിൾ എഗൻസ്റ്റ് ദിയർ മദർലാൻഡ്. പ്രൂവ് ദ സ്റ്റേറ്റ്മെൻ്റ് എന്നോ അല്ല അസസ് ദ സ്റ്റേറ്റ്മെൻ്റ് എന്നോ കാണാൻ വരാം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം അങ്ങനെ അമേരിക്കൻ കോളനി നിവാസികൾ ബ്രിട്ടനെതിരെ പ്രക്ഷോഭിക്കാൻ തുടങ്ങിയതിൻ്റെ ആദ്യത്തെ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഈ ബോസ്റ്റൺ ടീ പാർട്ടിയെ പറ്റി നമുക്ക് പഠിക്കാനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബോസ്റ്റൺ എന്ന് പറയുന്നത് അമേരിക്കയിലൊരു വലിയ തുറമുഖമാണ്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ബ്രിട്ടൻ അമേരിക്കയുടെ മേൽ തേയിലയുടെ മേലും നികുതി ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ വലിയ നികുതിയാണ് കൊടുക്കുന്നത്, നല്ലൊരു എമൗണ്ട് നികുതി അന്ന് തേയിലയുടെ മേൽ അമേരിക്ക ബ്രിട്ടന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഈ ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖത്ത് ബ്രിട്ടൻ്റെ കുറച്ച് തേയിലയുമായിട്ട് വന്ന കപ്പലുകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ച് ആ കപ്പലിൽ കയറിയിട്ട് ഈ തേയിലയുടെ പറക്കി കടലിൽ കളഞ്ഞു. അത് നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, വർഷം 1773 ഡിസംബർ 16-നാണ് സംഭവം നടക്കുന്നത്. അത് ഇവിടെ പറയുന്നുണ്ട്, നമുക്കത് പഠിക്കേണ്ട കാര്യമില്ലെങ്കിൽ ഓർത്തിരുത്താൽ മതി. അപ്പം 1773 ഡിസംബർ 16-ന് കുറച്ച് റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ച കുറച്ച് ആളുകൾ ഈ കപ്പലിൽ കയറി അതിനകത്തിരുന്ന ഏകദേശം 342ഓളം തേയിലപ്പെട്ടികൾ വാരി കടലിൽ കളഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ അവിടെ നിന്നാണ് ആ ഒരു സംഭവത്തിൽ ഒരുപാട് അമേരിക്കൻ നിവാസികൾക്ക്, അമേരിക്കൻ കോളനി നിവാസികൾക്ക്, അമേരിക്ക എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അമേരിക്ക ഒന്നും സ്വാതന്ത്ര്യമായിട്ടില്ല, അമേരിക്കൻ കോളനി നിവാസികൾക്ക് ബ്രിട്ടനെതിരെ തിരിയാനുള്ളൊരു പ്രചോദനമായൊരു സംഭവമാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി. അവിടെ നിന്നാണ് ബ്രിട്ടനെതിരെ അമേരിക്കൻ നിവാസികൾ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അപ്പം ഇങ്ങനെ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ അവിടെ ഒരുപാട് ചിന്താഗതിക്കാർ
ഐഡിയോളജിസ്റ്റുകളൊക്കെ ഒരുപാട് മുമ്പോട്ട് പോകുന്നു. അവർ പല പല ആശയങ്ങൾ അന്ന് പറയുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട 2 പേരാണ്, ഒന്ന് ജോൺ ലോക്കും മറ്റൊന്ന് തോമസ് പെയിനും. അതിൽ ജോൺ ലോക്കിൻ്റെ വാക്കുകൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതെ, എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എവരി വൺ ഹാസ്, എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യനുമുണ്ട്. സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എല്ലാ മനുഷ്യനും ചില മൗലിക അവകാശങ്ങളുണ്ട്. നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. ആ നിയമങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ, ആ നിയമങ്ങൾ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല. ആരാ പറഞ്ഞത്? ജോൺ ലോക്കാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ജോൺ ലോക്ക്. അപ്പം അത് പഠിക്കാൻ ഒരു പാടുമില്ല. ഈ ജോൺ ലോക്ക് മീൻസ് എന്തുവാ? പൂട്ടിയിടുക എന്നല്ല. ലോക്ക് വെച്ചാൽ എന്തുവാ? പൂട്ടിയിടുക. അപ്പം നമ്മളൊരാൾ പിടിച്ച് പൂട്ടിയിട്ടാൽ നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ പോയി. അപ്പം അത് വെച്ച് ഓർക്കാൻ പറ്റില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്ന ആരാണ്? പൂട്ടിയിടുന്ന ആളാണ്, ജോൺ ലോക്കാണ്. അത് വെച്ച് ഓർക്കാമല്ലോ. then അടുത്തത് തോമസ് പെയിൻ. തോമസ് പെയിൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, there is something absurd in supposing a continent be perpetually governed by a foreign power. There is something absurd. absurd എന്ന് പറഞ്ഞാൽ യുക്തിക്ക് നിരക്കാത്തത്, യുക്തിഹീനം എന്നൊക്കെയാണ് അർത്ഥം. there is something absurd in supposing a continent. അപ്പം കോണ്ടിനെന്റ് ബി പെർപ്പച്വലി ഗവർൺഡ് ബൈ എ ഫോറിൻ പവർ. അപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, ഫോറിൻ പവറിന് ഈ വൻകര, സപ്പോസിങ് എ കോണ്ടിനെന്റ്, ഈ വൻകര, അതായത് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഈ വൻകര അധിക നാൾ പിടിച്ചു വെക്കാൻ കഴിയുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, ഏതെങ്കിലും ഒരു ഫോറിൻ പവറിന്, വിദേശ ശക്തിക്ക് ഈ വൻകര അധിക നാൾ പിടിച്ചു വെക്കാൻ കഴിയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? തോമസ് പെയിൻ. ഓക്കെ ആണല്ലോ. രണ്ട് ഐഡിയോളജിസ്റ്റുകളുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ജോൺ ലോക്കിൻ്റെ, മറ്റൊന്ന് ആരാണ്? തോമസ് പെയിൻ്റെ. ഓക്കെ ആണേ. അടുത്ത പറയാൻ പോകുന്നത് വെച്ചാൽ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ. ഈ കോണ്ടിനെൻ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? വൻകര എന്നാണ്. കോൺഗ്രസ് എന്ന വാക്കിൻ്റെ അർത്ഥം സമ്മേളനങ്ങൾ എന്നാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം അതൊരു പാർട്ടിയൊക്കെയാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം സമ്മേളനങ്ങൾ എന്നാണ്. ഇപ്പോൾ INC എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ സമ്മേളനങ്ങൾ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ഇന്ത്യയുടെ ദേശീയതയ്ക്ക് വേണ്ടി സമ്മേളിക്കാൻ വേണ്ടിയുള്ള സംഘടന എന്നായിരുന്നു അർത്ഥം. അതിപ്പോൾ അങ്ങ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയായിട്ട് രൂപീകരിക്കുകയാണ്. അപ്പോൾ അത് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞ സമ്മേളനം. അപ്പം ഈ പറയുന്ന നമ്മൾ അമേരിക്കയ്ക്ക് മൊത്തം 13 കോളനികൾ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 13 കോളനികളും തങ്ങളുടെ ആ മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭിക്കാൻ വേണ്ടി സമ്മേളിക്കാൻ തീരുമാനിച്ചു. അതാണ് ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. പക്ഷേ അതിൽ 13 എണ്ണത്തിൽ ഒരാൾ പങ്കെടുത്തില്ല. അയാളാണ് ആര്? ജോർജിയ ഒഴികെയുള്ള ബാക്കി 12 പേരും ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുത്തു. അപ്പം ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ അവർ മുന്നോട്ട് വെച്ച ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക എന്നാണ്. അപ്പം ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അത് 774 സ്ഥലം ഫിലാഡൽഫിയ. അതാണ് ഇവിടെ കൊടുത്തേപ്പുണ്ട്. 774 എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. അപ്പോൾ ഫിലാഡൽഫിയയിലാണ് ആദ്യത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്, 774. ഇതിൽ മുന്നോട്ട് വെച്ച എന്തുവാണ്? ഈ പറഞ്ഞ വ്യാപാരത്തിനും വ്യവസായത്തിനുമുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതെയാക്കുക എന്നായിരുന്നു. the revocation of the regulations enforced on industry and commerce. അപ്പം വ്യാപാരത്തിനും വ്യവസായത്തിനുമെതിരെയുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് അവർ ആദ്യമായിട്ട് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയം. രണ്ടാമെന്ന് വെച്ചാൽ ഈ പറയുന്ന അംഗീകാരമില്ലാതെ നികുതി പിരിവ് പാടില്ല. രണ്ടാമത്തെ എന്തായിരുന്നു? അംഗീകാരമൊന്നുമില്ലാതെ നികുതി പിരിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. അപ്പം ജനങ്ങളുടെ അനുമതി ഇല്ലാതെ, ജനങ്ങളുടെ അംഗീകാരം ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? നികുതി പിരിക്കാൻ പാടില്ല എന്ന് രണ്ടാമത്തെ അവരുടെ അജണ്ടയായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പം ഈ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർ ഒരു പെറ്റീഷൻ ഒരു നിവേദനം അന്നത്തെ രാജാവിന് സമർപ്പിച്ചു. അന്നത്തെ രാജാവിന് എന്ത് ചെയ്തു? ഇവർ സമർപ്പിച്ചു. പക്ഷേ രാജാവ് എന്തെടുത്ത്? രാജാവ് ഇത് ആർമി ഉപയോഗിച്ച് ഈ സമ്മേളനങ്ങളെ അങ്ങ് അടിച്ചമർത്തി. അപ്പം ദ കിങ് സെൻഡ് ദ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. അപ്പം സപ്രസ് മീൻസ് അടിച്ചമർത്തുക. അപ്പം രാജാവ് എന്ത് ചെയ്തു?
ഈ സമ്മേളനങ്ങളെ സൈന്യത്തെ ഉപയോഗിച്ച് അങ്ങ് അടിച്ചമർത്തി ഇല്ലാതെയാക്കി. അപ്പം ഈ ഒരു സംഭവം ഈ പറയുന്ന അമേരിക്കൻ കോളനി നിവാസികളെ ചൊടിപ്പിക്കുകയും അവരത് അമേരിക്ക എന്ന ആ നിവാസികൾ ഇംഗ്ലണ്ടിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ദിസ് ലീഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. അപ്പം ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിന് തുടർന്നാണ് ഇംഗ്ലണ്ടും അമേരിക്കയും യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ യുദ്ധം ആരംഭിച്ചപ്പം കോളനികൾക്ക് പ്രത്യേകിച്ച് സൈനിക തലവനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ സൈനിക തലവനായിട്ട്, കോളനികളുടെ സൈനിക തലവനായിട്ട് ജോർജ് വാഷിങ്ടനെ നിയമിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം 774, രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം തൊട്ടടുത്ത വർഷമാണ് 775. അപ്പോൾ നമ്മൾ ഒരു വർഷം പഠിച്ചാൽ മതി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒപ്പിക്കാൻ പറ്റും. 774 എന്ന് പറയുന്ന ആ ഒരു ഒറ്റ വർഷം നമ്മൾ പഠിച്ചാൽ മതി. സ്ഥലം സെയിം ആണ്, ഫിലാഡൽഫിയ. അപ്പം ഫിലാഡൽഫിയയിലെ രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ എന്ത് ചെയ്യുന്നു? കോളനികളുടെ സൈനിക തലവനായിട്ട് ജോർജ് വാഷിങ്ടനെ നിയമിക്കുന്നു. അങ്ങനെ അവർ യുദ്ധത്തിന് തീരുമാനിക്കുന്നു. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്താണ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു തോട്ടറായ തോമസ് പെയിൻ, പുള്ളിക്കാരനൊരു ലഘുലേഖ പുറത്തിറക്കുന്നത്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? ഒരു ലഘുലേഖ. പുള്ളിക്കാരൻ ലഘുലേഖയുടെ പേരാണ് കോമൺ സെൻസ്. അപ്പം അങ്ങനെ ആ സമയത്താണ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ചിന്തകനായ തോമസ് പെയിൻ തങ്ങളുടെ ഒരു ലഘുലേഖ, ഒരു പാംഫ്ലെറ്റ് പുറത്തിറക്കുന്നു. അതിൻ്റെ പേരെന്തുവാ? കോമൺ സെൻസ്. അപ്പോൾ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു പാംഫ്ലെറ്റ് പുറത്തിറക്കുന്നു? തോമസ് പെയിൻ പുറത്തിറക്കുന്നു. ഈ പാംഫ്ലെറ്റിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ നിവാസികൾ, അമേരിക്കയിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് വേർതിരിയുന്നതാണ് യുക്തി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് എന്തുവാ? തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് it was wise for Americans to break the ties with Britain. അപ്പോൾ ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ഉടമ്പടിയും ഇല്ലാതെയാക്കി എത്രയും പെട്ടെന്ന് സ്വതന്ത്രമാവുകയാണ് അമേരിക്കൻ ജനങ്ങൾക്ക് നല്ലതെന്ന് ആര് പറയുന്നു? തോമസ് പെയിൻ തങ്ങളുടെ പാംഫ്ലെറ്റായ കോമൺ സെൻസ്, ലഘുലേഖയായ കോമൺ സെൻസിലൂടെ പറയുന്നു. അങ്ങനെ മൂന്നാമത് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അപ്പോൾ മൂന്നാമത് എന്നായിരിക്കും? 174, 275, 376. അവൻ്റെ മൂന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? അമേരിക്കയുടെ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നു. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ജൂലൈ 4. നമ്മൾ ഈ ജൂലൈ 4 എന്ന് പറയുന്ന ഡേറ്റ് മാത്രം പഠിച്ചാൽ ഈ വർഷങ്ങളെല്ലാം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ വർഷം പഠിച്ചാൽ മതി. ആദ്യത്തെ ഒരു വർഷം ഉണ്ടല്ലോ. അപ്പോൾ ജൂലൈ 4 പഠിക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം ജൂലൈ 4 എന്നൊരു സിനിമ നമുക്കുണ്ട്, ദിലീപിൻ്റെ സിനിമയാണ് ജൂലൈ 4. അപ്പോൾ ആ ഡേറ്റ് പഠിച്ചാൽ മതി. ജൂലൈ 4 കിട്ടിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ആ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774. അപ്പം അവിടെ ഒരു 4 ഉണ്ടല്ലോ. അപ്പോൾ ഈ ജൂലൈ 4 ഓർത്താൽ മതി. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആയി. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം എന്നാണ്? 774. അവിടെ ലാസ്റ്റ് ഡിജിറ്റ് 4. ആ 4 ജൂലൈ 4. അപ്പോൾ അത് വെച്ച് ഓർത്താൽ മതി, അത് കിട്ടും. 2-4 കൊണ്ട് കിട്ടും. തൊട്ടടുത്ത വർഷമാണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അതെന്നായിരിക്കും? 74 കഴിഞ്ഞാൽ അടുത്ത് 75. അടുത്തായിരിക്കും ഇത് 3, അത് 76. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ 76 ജൂലൈ 4 എന്ത് പ്രഖ്യാപിക്കുന്നു? അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. അപ്പം 3 വർഷവും കിട്ടി. നമ്മൾ വർഷം പഠിക്കാൻ ഒരുപാട് ഇല്ലായിരുന്നു, 3 കിട്ടി. 776 ജൂലൈ 4 എന്ത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അപ്പം അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഇത് ജൂലൈ 4. നമ്മുടെ എന്നാണ്? ഓഗസ്റ്റ് 15. അങ്ങനെ അമേരിക്കയെ സ്വാതന്ത്ര്യം കിട്ടുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇത് അമേരിക്കയിലെ ഈ ജനത അങ്ങ് പ്രഖ്യാപിച്ചതാണ് ഈ സ്വാതന്ത്ര്യം, അല്ലാതെ ആരും കൊടുത്ത സ്വാതന്ത്ര്യമല്ല. അമേരിക്കയിലെ ജനങ്ങൾ തീരുമാനിച്ചാണ് ഞങ്ങൾ ജൂലൈ 4 തൊട്ട് ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായെന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ആയപ്പോൾ ഇംഗ്ലണ്ടിന് ഇഷ്ടപ്പെടുവോ? ഇല്ല. അന്ന് തൊട്ട് ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും വായിക്കാൻ നമുക്ക് സമയമില്ല, നമ്മൾ ബാക്കി കാര്യം പറഞ്ഞു പോവാണ്. അങ്ങനെ എന്ത് ചെയ്തു? അവർ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക ദാറ്റ് ബിഗാൻ വിത്ത് ദ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം. അപ്പം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അന്ന് മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അന്ന് മുതൽ അമേരിക്കയും ഇംഗ്ലണ്ടും യുദ്ധം തുടങ്ങി. അത് യുദ്ധം അവസാനിക്കുന്നത് 781. യുദ്ധം അമേരിക്ക ജയിക്കുകയും ചെയ്തു. അപ്പോൾ 781 യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ സൈന്യം തലവൻ ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. അങ്ങനെ 781 യുദ്ധം അവസാനിക്കുന്നു. ആണല്ലോ. അങ്ങനെ
781 യുദ്ധം അവസാനിക്കുന്നു. അങ്ങനെ 783 പാരീസ് ഉടമ്പടി, ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടി പ്രകാരം അമേരിക്കയിലെ 13 കോളനികൾക്കും ഇംഗ്ലണ്ട് സ്വാതന്ത്ര്യം നൽകുന്നു. ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. അപ്പോൾ 13 കോളനികൾക്കും ഇന്ത്യ അല്ല, 13 കോളനികൾക്കും അമേരിക്കയിലെ 13 കോളനികൾക്കും ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകുന്നു. റാറ്റിഫൈഡ് മീൻസ് അംഗീകരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യം ആരംഗീകരിക്കുന്നു? ബ്രിട്ടൻ അംഗീകരിക്കുന്നു. അപ്പം അതിന് കാരണമായ ഉടമ്പടി അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടി 1783. അപ്പം വർഷങ്ങളെല്ലാം ഒരേ ഓർഡറാണ്. 76 വരെ കിട്ടി, ജൂലൈ 4. അത് 81 26, 6, 5, 11. അപ്പം 5 വർഷം വരെ യുദ്ധം നടന്നു. 81 യുദ്ധം അവസാനിക്കുന്നത്. അപ്പം 5 ഓർത്താൽ മതി. അപ്പം 76, 5, 81 എന്ത് ചെയ്യുന്നു? യുദ്ധം അവസാനിക്കുന്നു. 81 അവർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നു, ഇംഗ്ലണ്ട് പ്രഖ്യാപിക്കുന്നു ഇവർ സ്വതന്ത്രനായെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. ഏത് ഉടമ്പടി പ്രകാരം? 83 പാരീസ് ഉടമ്പടി പ്രകാരം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ലോകത്തൊരു സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഒരു രാജ്യം സ്വതന്ത്രമാവുകയാണ് അമേരിക്ക. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായ അമേരിക്കയ്ക്ക് മുമ്പിൽ വേറെ ആരുമില്ല. അതായത് അവർക്ക് ഭരിക്കാൻ രാജാവോ ഒന്നുമില്ല. അപ്പോൾ സ്വന്തമായിട്ട് അവർ ഭരിക്കാനായിട്ട് അവർക്കൊരു ഭരണഘടന വേണം. അങ്ങനെ അവർ ആദ്യമായിട്ട് ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നു. ഇവിടെ വെച്ച് ഈ ഫിലാഡൽഫിയയിൽ വെച്ച് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നു. ആറ് നേതൃത്വത്തിൽ ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടൊരു ഫിലാഡൽഫിയയിൽ വെച്ച് അവർ ഭരണഘടന തയ്യാറാക്കുകയും ചെയ്യുന്നു. ആണല്ലോ. അങ്ങനെ അമേരിക്കയുടെ ഭരണഘടന ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കയുടെ. ലോകത്തിൽ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേതാണ്. അങ്ങനെ ആ ഭരണഘടന അവിടെ തയ്യാറാക്കുകയും ചെയ്യുന്നു. ആണല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞു സൈനിക തലവനായിട്ട് ആരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു? ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുത്തു. അങ്ങനെ ജോർജ് വാഷിങ്ടൺ ആരാവുന്നു? അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ആ പേര് പഠിക്കാൻ ഒരു പാടുമില്ല. കാരണം വാഷിങ്ടൺ DC എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ആ സ്റ്റേറ്റിന് ആ പേര് വാഷിങ്ടൺ DC എന്ന് കൊടുത്തത്. അപ്പോൾ അത് വെച്ച് ഓർത്താൽ മതി. വാഷിങ്ടൺ, ജോർജ് വാഷിങ്ടൺ ആദ്യത്തെ പ്രസിഡന്റ്. എത്രാമത്തെ കോണ്ടിനൽ കോൺഗ്രസ്? 2ാമത്തെ കോണ്ടിനൽ കോൺഗ്രസ്സിലാണ് പുള്ളിക്കാരൻ എന്താക്കുന്നത്? സൈനിക തലവനാക്കുന്നത്. 3ാമത്തെ കോണ്ടിനൽ കോൺഗ്രസ് അവർ രാജ്യം സ്വതന്ത്രമാവുന്നു. എളുപ്പമാണ് പഠിക്കാൻ എല്ലാം. അതുപ്രകാരം ആദ്യത്തെ പ്രസിഡന്റ് ആരാവുന്നു? ജോർജ് വാഷിങ്ടൺ ആവുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ അമേരിക്കയ്ക്ക് പുതിയ ജോർജ് വാഷിങ്ടൺ became the first president of the United States of America, formed in accordance with the new constitution. അപ്പോൾ പുതിയ ഭരണഘടന പ്രകാരം ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ പ്രസിഡന്റും ആവുന്നു. ഓക്കെ ആണല്ലോ. ഇങ്ങനെ അമേരിക്കൻ വാർ ഓഫ് ദ ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോംഡ് ദ സിസ്റ്റം എക്സിസ്റ്റഡ് ദെയർ. അപ്പം അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരം അന്ന് വരെ നിലനിന്നിരുന്ന അമേരിക്കയിലെ സമ്പ്രദായങ്ങളെ എന്ത് ചെയ്തു? ട്രാൻസ്ഫോംഡ്, മാറ്റിക്കുറിച്ചു. ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലാറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പം ഇത് പിന്നീടുണ്ടായ പിൽക്കാല ലോക ചരിത്രത്തിന് ഇത് ശ്രദ്ധേയമായ ഒരു സ്വാധീനം, ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ആര് നൽകി? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നൽകി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് കാര്യം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നോക്കിയാട്ടെ. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഇൻ ഓൾ ഓവർ ദ വേൾഡ്. പിന്നീടുണ്ടായ ഫ്രീഡം സ്ട്രഗിൾസ്, സ്വാതന്ത്ര്യ സമരങ്ങൾക്കും റവല്യൂഷൻസിനും, വിപ്ലവങ്ങൾക്കും, പിന്നീടുണ്ടായ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും ഇത് ഒരു ഗ്രേറ്റ് ഡയറക്ഷനും മോട്ടിവേഷനും, ഒരു മാർഗനിർദ്ദേശവും, പിന്നെന്താ, ഒരു പ്രചോദനവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നൽകി. രണ്ട് നോക്കിയാട്ടെ. പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. റിപ്പബ്ലിക്കൻ ഫോം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആര് കൊണ്ടുവരുന്നു? അമേരിക്കയാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. റിപ്പബ്ലിക്കൻ എന്ന് പറയാൻ ഒന്നുമില്ല. രാഷ്ട്രത്തിൻ്റെ തലവൻ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക്കൻ കൺട്രീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ തലവൻ ആരാ? രാഷ്ട്രപതിയാണ്, പ്രധാനമന്ത്രി അല്ല കേട്ടോ. അപ്പോൾ ഇന്ത്യൻ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ഈ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് തന്നെയുണ്ട്. അതായത് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട MLA മാരും MP മാരുടെ പോയിട്ട് എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രപതിയെ എന്ത് ചെയ്യാം? വോട്ടിലൂടെ തിരഞ്ഞെടുക്കാം. അല്ലാതെ ഒരിക്കലും പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണോ അവർക്ക്? അല്ല. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടാതെ ഇൻഹെറിറ്റൻസ് കൂടെ അല്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിലൂടെ രാഷ്ട്രത്തിൻ്റെ തലവനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇത് റിപ്പബ്ലിക്കൻ കൺട്രി എന്ന് പറയുന്നത്. അപ്പം ആ സമ്പ്രദായം ആദ്യം ലോകത്ത് നിലവിൽ വന്ന എവിടെയാണ്? അമേരിക്കയിലാണ് കേട്ടോ.
അപ്പം നമ്മുടെ കൺട്രി എന്താണ്? റിപ്പബ്ലിക്കൻ കൺട്രിയാണ്. നമ്മൾ റിപ്പബ്ലിക് ആവുന്നത് 1950 ജനുവരി 26-നാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. അറിയാമല്ലോ റിപ്പബ്ലിക്കൻ ഡേ എന്നൊക്കെ പറയാറുണ്ട്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ റിപ്പബ്ലിക്കൻ ഡേ പറഞ്ഞു, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന കൺട്രി അങ്ങനെയല്ല കേട്ടോ. ഇംഗ്ലണ്ടിന്റെ തലവൻ എപ്പോഴും രാജാവോ രാജ്ഞിയായിരിക്കും. ക്യൂൻ എലിസബത്ത് എന്ന് കേൾക്കാറില്ലയോ? അപ്പോൾ അതൊക്കെ എന്താ, ഒരു ഇൻഹെറിറ്റൻസ് ആണ്. പക്ഷേ അതൊരു കാര്യമുണ്ട്, അതൊരു തലവനായിട്ട് ഇരിക്കുവാന്നേ ഉള്ളൂ. ഭരിക്കുന്ന വേറെ ആളുകളാട്ടോ. അപ്പം തലവനായിട്ട് ഇരിക്കുവാണ്. അതുപോലെ സൗദി അറേബ്യൻ രാജാവ് നമ്മൾ കേൾക്കാറുള്ളതാണ്, സൽമാൻ ബിൻ ഫാരിസ് എന്നൊക്കെ കൊണ്ട് കേൾക്കാറുള്ളതല്ലേ. അപ്പം അതൊക്കെയാണ് ഏത്, അത് റിപ്പബ്ലിക്കൻ കൺട്രികളല്ല. അപ്പം റിപ്പബ്ലിക്കൻ കൺട്രി എന്ന് പറഞ്ഞാൽ എന്തുവാ? ജനങ്ങൾ തിരഞ്ഞെടുക്കണം, അതാണ് റിപ്പബ്ലിക്കൻ കൺട്രി. ഓക്കെ ആണ്. ഇതിന് അടുത്ത് നോക്കിയാട്ടെ, പ്രിപ്പേർഡ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഈ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ലായിരുന്നു. അവർക്ക് അങ്ങനെ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ തന്നെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി. ആ നിയമങ്ങളാണ് എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയും എഴുതപ്പെട്ട ഭരണഘടനയാണ്, ലിഖിത ഭരണഘടനയാണ്. അല്ലാതെ ഇവിടുന്നും ഒന്നും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടേതായ കാര്യങ്ങളാണ് ചെയ്തത്. അതാണ് ലിഖിത ഭരണഘടന ഉദ്ദേശിക്കുന്നത്. അപ്പം എഴുതപ്പെട്ട ഭരണഘടന ആദ്യം നിലയിൽ വന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണ്. നമ്മൾ ഇന്ത്യയും അത് തന്നെയാണ്. ഇന്ത്യയുടെയും എഴുതപ്പെട്ട ഭരണഘടനയാണ്. അടുത്ത് നോക്കിയാൽ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അടുത്താണ്. കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷുർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. അപ്പം ഒരു രാഷ്ട്രത്തിലെ സംസ്ഥാനങ്ങൾക്ക് കുറച്ച് ഫ്രീഡം നൽകുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു. എങ്ങനെ? ഫെഡറൽ സമ്പ്രദായത്തിലൂടെ. ഫെഡറൽ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രത്തിലെ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമ്പ്രദായമാണ് ഇത്, ഫെഡറൽ സമ്പ്രദായം. അപ്പം എന്താ, ഒരു രാഷ്ട്രത്തിലെ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള അധികാരം കൊടുക്കുക, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഒരു രാഷ്ട്രം കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യം നോക്കിയാട്ടെ, നമുക്ക് മൊത്തം 29 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, ഇപ്പം 28 ഉള്ളൂ. നമ്മുടെ ജമ്മു കാശ്മീർ പോയി. അപ്പം 28 സംസ്ഥാനങ്ങൾക്കും 28 മന്ത്രിസഭകളുണ്ട്. അപ്പം അവരാണ് അവരുടെ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ പറയാം യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആരാണ്? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാണ്, രണ്ടിടത്തും വരും. അത് വിട്ടുതരാം, അതൊക്കെ നമ്മൾ വിട്ടുതരാം. അതൊക്കെ നമ്മൾ 8ലും 9ലൊക്കെ പഠിച്ചതാണ്. 8ലും 9ലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ഇലക്ഷനും ഭരണഘടനാപരമായ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പം ഈ പറയുന്ന സംസ്ഥാനങ്ങൾ സ്വന്തമായിട്ട് ഭരിക്കാനുള്ള അധികാരം, അതാണ് ഇത് ഫെഡറലിസം. ആ സമ്പ്രദായം ആദ്യം കൊണ്ടുവന്ന ആര് തന്നെയാണ്? അമേരിക്കയാണ്. അമേരിക്ക മൊത്തം 13 കോളനി ഇല്ലായിരുന്നു. 13 സംസ്ഥാനങ്ങളായിട്ട് അവർക്ക് എന്ത് ചെയ്തു? അധികാരം എങ്ങനെ വിഭജിച്ചു കൊടുത്തു. അതിൽ മെയിൻ ഒരാൾ പ്രസിഡന്റ്. അതാണ് ഇത് ഫെഡറലിസം. അപ്പോൾ ഫെഡറലിസം ആദ്യം വന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. അതുപോലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് അമേരിക്കയിലാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്, റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്, അതും അമേരിക്കയിൽ ആദ്യം വന്നത്. പിന്നെ എല്ലാ സമരങ്ങൾക്കും, പിൽക്കാലത്തുണ്ടായ എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനം നൽകിയ എന്തുമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഭാഗം. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.